120 മാസം അധികാരത്തിലിരുന്ന ആളുകൾ അത് 118 മാസവും നൽകാത്ത ഒരു ആനുകൂല്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാലെ വെച്ച് ജനങ്ങൾക്ക് നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുമ്പോൾ അത് എത്ര ഹീനമായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു തന്ത്രമാണ് എന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് സർ. അതാണ് ഈ ജനവിധിയിൽ കലാശിച്ചത്. ഇതേ തന്ത്രമാണ് നിതീഷ് കുമാർ ബീഹാറിൽ പരീക്ഷിച്ചത്. പക്ഷെ ബീഹാറിലെ ജനങ്ങളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ അതിന്റെ പൊള്ളത്തരത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞു, അത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും അതേപോലത്തെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും അവകാശവാദങ്ങളും സമരങ്ങളായിട്ട് പോലും ഇവർ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ള ആ സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സർ, ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന 10 വർഷമായി സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയി നിന്ന ആളുകൾ ഇപ്പൊ ഭരണം മാറിയപ്പോൾ വന്ന് പറയുകയാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഡിഗ്രി സൗജന്യം നടപ്പാക്കണമെന്ന്. എന്തിനാണ് സാർ ഈ അവസാന ബജറ്റ് വരെ എല്ലാം കാത്തുവെച്ചത് കഴിഞ്ഞ 10 വർഷം? സർ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു കരാറിന്റെ സ്വഭാവമുള്ള കാര്യമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നാൽ തിരിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കായി ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നാടിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഡീംഡ് കോൺട്രാക്ട് ആണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അധികാരത്തിൽ വന്ന ആളുകൾ അത് നടപ്പാക്കാനുള്ള അവസരം മുഴുവൻ കളഞ്ഞു കുളിച്ച് ആ കാലഘട്ടത്തിൽ മുഴുവൻ ജനവഞ്ചന നടത്തി അവസാനം വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ അത് തിരിച്ചറിയപ്പെടും എന്ന് ഇതാ കേരളം അസന്നിഗ്ധമായി വിധി എഴുതിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 102 ആളുകൾ ഇപ്പുറത്തിരിക്കുന്നത്. സർ, ഇന്ന് അപ്പുറത്തൊരു അംഗം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് വീണ്ടും പറയുകയാണ്. എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്തല്ലേ സർ. ഇതേപോലെ 2004 അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എന്നാൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുന്നണി രൂപത്തിലായിരുന്നില്ല, UPA രൂപത്തിലായിരുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്കാണ് അന്ന് ദേശീയ തലത്തിൽ, കേരളത്തിൽ UDF ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഒറ്റയ്ക്കാണെന്ന് 2004 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിന് മുൻപാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിരുന്നു ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 100 ദിവസം സൗജന്യമായി തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു നിയമനിർമ്മാണം ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം കോൺഗ്രസിനത് പറയാം. കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റുകൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ അതിന്റെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കി പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാർട്ടിയാണ്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അന്ന് UPA ഇല്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് UPA ഉണ്ടായത്. UPA ഉണ്ടായിട്ട് പോലും ഭരണത്തിലെത്താൻ കുറച്ച് MP-മാരുടെ കുറവ് വന്നപ്പോഴാണ് ഇടതുപക്ഷം അന്ന് പുറത്തുനിന്ന് പിന്തുണച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശാലമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന നിലയിൽ കോമൺ മിനിമം പ്രോഗ്രാമിലും അത് ഇടം പിടിച്ചു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത് നടപ്പാക്കി. ആദ്യം 200 ജില്ലകളിൽ നടപ്പാക്കി. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചു. ഇത്രയും കൃത്യമായി തെളിവ് സഹിതം അനുഭവ സാക്ഷ്യങ്ങൾ സഹിതം ഉള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ക്യാപ്സ്യൂൾ അടിച്ച് നടക്കുകയാണ്. സർ, ഈ ഒരു ഗതികേട് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാവരുത്. സത്യസന്ധമായി നിങ്ങൾ ജനങ്ങളോട് കാര്യം പറയണം. നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ ഞങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സർ.